നമസ്കാരം, വിനിയാണ്. ഞാൻ ഒരുപാട് ലൈവിൽ വരാൻ നോക്കി. എന്തൊക്കെയോ കണക്ഷൻ എറർ എന്ന് വരുന്നു എന്നല്ലാതെ വേറെ ഒന്നും തന്നെ നടന്നില്ല. നിങ്ങളോടൊക്കെ ലൈവായിട്ട് സംസാരിക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് വിചാരിച്ചത്. നടക്കുന്നു തോന്നണില്ല. അപ്പോൾ കുറേ ആയി, എല്ലാവരും ഒരുപാട് പേരായി പറയുന്നു വിനി കണ്ടില്ലല്ലോ, വിനി എന്ന് പറയുന്ന ആളുടെ വിനീസ് കിച്ചൺ കുക്കർ ചെയ്ത് മാത്രമേ കാണുന്നുള്ളൂ, അതല്ലാത്ത പക്ഷം വിനി എന്ന് പറയുന്ന ആളെ കാണാനില്ലല്ലോ എന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാരുടെ പരാതി. ഇതാ പരാതി തീർത്തിരിക്കുന്നു. വിനീസ് കിച്ചണിലെ വിനിയാണ് ഞാൻ. അപ്പോൾ ആദ്യം തന്നെ വളരെ വളരെ താങ്ക്സ് എല്ലാ അനുഗ്രഹത്തിനും എല്ലാ പ്രാർത്ഥനയ്ക്കും ഇതുപോലുള്ളൊരു സപ്പോർട്ടിനും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു രീതിയിൽ ഈ ഒരു ചാനൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന്. എൻ്റെ ആദ്യത്തെ 15K ആയ സമയത്ത് ഉള്ള സംഭവത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. ഇത് ഫേസ്ബുക്കിലും ബാക്കിയുള്ള കുക്കറി ഷോസിലും എല്ലാത്തിലും അങ്ങനെ ഒരു ലെവലിലേക്ക് നിന്നിട്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, അത് ഇത്ര നല്ല സക്സസ്ഫുൾ ആയിട്ട് വരിക, ഇതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇതൊക്കെ നിങ്ങൾ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് തന്നെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വെരി 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 ബിഗ് താങ്ക്സ് ഫ്രം ഹോൾ ഹാർട്ടഡ്ലി. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ലൈവിൽ വന്ന് പറയാമെന്ന് വിചാരിച്ചതാണ് കേട്ടോളൂ. ഒന്നും നടന്നില്ല. ഒക്കെ റീകണക്ഷൻ എന്ന് വന്നു. അപ്പോൾ അതാണ് വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനില്ലേ ഈ ആഴ്ച വീട് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ വീട് ഷിഫ്റ്റ് ചെയ്യണതിൻ്റെ ആ ഒരു ബഹളം എന്താണെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാലോ. വ്യാഴാഴ്ചയാണ് വീട്ടിൽ നിന്ന് അമ്മ നല്ല ദിവസമാണ് എന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ്യാഴാഴ്ച പാല് കാച്ചണം പോയിട്ട്. അപ്പോൾ അല്ലറ ചില്ലറ ഒരുപാട് പരിപാടികൾ. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയി അവിടെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നോക്കി എന്താ പറയുക, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി, കുറച്ച് സാധനങ്ങൾ നോക്കി, അങ്ങനെയുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് പിള്ളേരുടെ സ്കൂളിൽ മദേഴ്സ് ഡേ ഫംഗ്ഷൻ, അതിൻ്റെ കുക്കറി ഷോ, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കറിയില്ലല്ലോ ഈ വീട് മാറുന്ന കാര്യമൊന്നും. അപ്പോൾ അതും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് ഈ വീട് ഇവിടുന്ന് അങ്ങോട്ട് മാറുന്ന സമയത്ത് ചില ഇന്റർനെറ്റും പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ദിവസം ഇടുന്ന വീഡിയോസ് ചിലപ്പോൾ ഉണ്ടാവുകയെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് അതൊന്ന് ഇതാക്കുക, മനസ്സിൽ വെക്കുക. ഈ കാരണം കൊണ്ട് മാത്രമാണ് എന്നുള്ളത്. ബിക്കോസ് അല്ലാത്ത പക്ഷം ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന ആളാണ്. ഒരു റെസിപ്പി എങ്കിലും ഞാൻ ഇടാതെ ഇരിക്കാറില്ല. അത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ അതാണ് എനിക്ക് പറയാനുണ്ടായിരുന്ന ഒരു കാര്യം. എന്താണ് പറയുക, പിന്നെ വേറെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ആരോ വന്നു. അപ്പം വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നത് എന്താന്ന് വെച്ചാൽ, എന്താ വിനി ഓരോ റെസിപ്പിയുടെ മുമ്പിലും ബാക്കിയുള്ളവരൊക്കെ വരണ പോലെ വരാത്തത് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ആ ഇൻട്രോന് വിനി വന്നൂടെ, ഇൻട്രോന് വിനി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര റീച്ചായിരിക്കും എന്നൊക്കെ പറഞ്ഞു. നോക്കൂ, ഞാൻ ഉള്ള കാര്യം പ്രാക്ടിക്കലായിട്ട് സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഞാനിപ്പോൾ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പുറപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് ആഴ്ചയിൽ ഒരിക്കൽ ഇടുന്ന റെസിപ്പി അല്ല. അപ്പോൾ ദിവസം ഇടുന്ന റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാൽ, ശനിയാഴ്ച നമുക്കിപ്പോൾ വെള്ളി ശനിയാണല്ലോ ലീവ് ദുബായിൽ. അപ്പോൾ ആ ശനിയാഴ്ച ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരാഴ്ചത്തേക്ക് പ്ലാൻ ചെയ്ത് വെക്കും. ഞാൻ വീട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിനെ ഞാൻ പ്ലാൻ ചെയ്ത് വെക്കും എന്നാണ് പറഞ്ഞത്. അതായത് ഞാൻ അത് വീഡിയോ ആയിട്ടും എടുക്കണം, നിങ്ങൾക്കത് പോസ്റ്റ് ചെയ്യും വേണം, എന്നാൽ അത് നമ്മുടെ വീട്ടിൽ കഴിക്കാൻ കറക്റ്റ് ആയിരിക്കും വേണം. അല്ലാതെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം റെസിപ്പി കാണിക്കുകയല്ല ഞാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പിട്ല ഞാൻ ഉണ്ടാക്കിയ അത് തലേദിവസം രാത്രി ഉണ്ടാക്കിയ ചോറിൻ്റെ കൂടെ ഉള്ള കറിയായിരുന്നു പിട്ല എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന ദിവസം ഇന്നതായിരിക്കും കറി, അപ്പൊ അത് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റെഡിയായി വന്നിട്ട് നമസ്കാരം വിനിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ ഒരിക്കൽ ഒരു റെസിപ്പി എന്നുള്ള ലെവലിലേക്ക് അതായിപ്പോവും. അങ്ങനെ ആവുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കുക്കിംഗ് നടക്കില്ല. വിനീസ് കിച്ചൺ എന്ന് പറയുന്ന ആ ഒരു ചാനൽ എന്താണ്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുക്കിംഗ് ആണ്. ഇപ്പൊ നിങ്ങൾ എന്റെ റെസിപ്പി കാണുന്നു, ഒന്നുമില്ലെങ്കിൽ ഉച്ചയ്ക്ക്, ഇല്ലെങ്കിൽ രാത്രി നിങ്ങൾക്ക് അത് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് അത് ഉണ്ടാക്കാം. അങ്ങനെയുള്ള റെസിപ്പീസ് ആണ് ഞാൻ കൂടുതലും
ഞാൻ നോക്കാറുള്ളത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള റെസിപ്പീസ്, മറന്നുപോയ റെസിപ്പീസ്. എത്രയോ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ എവിടുന്നാ കുട്ടിയെ കണ്ടുപിടിക്കണമെന്ന്. ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, നമ്മൾ മറന്നുപോയി ആൾക്കാർ. അപ്പോൾ ആ ഒരു ലെവലിലേക്കുള്ള ഒരു സംഭവം ഞാൻ ആലോചിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ ഓരോ പ്രാവശ്യവും ഓരോ എപ്പിസോഡിനും വന്നിട്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല. ലൈക്ക് എന്താ പറയാ, നമസ്കാരം, വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിട്ലയാണ്. പിട്ലയെ കുറിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അങ്ങനെയുള്ള ഒരു രീതി ആവുമ്പോൾ എന്നെ കൊണ്ട് പറ്റണില്ല ഈ ഓരോ പ്രാവശ്യവും എന്താണ് പറയാ വന്ന ആ ഒരു ഇൻട്രോ പറയാനായിട്ട്. നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ കുക്കിംഗ് ചെയ്തിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ഒരു സംഭവം. അതുകൊണ്ടാണ് കേട്ടോളൂ ഞാൻ എന്താണ് പറയാ ഓരോ ഇൻട്രോയിലും വന്നിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ പറയാതെ ഇരിക്കുന്നത്. അതല്ലാത്ത പക്ഷം വന്നിട്ട് ഇൻട്രോ തരണം എന്ന് ആഗ്രഹം ഇല്ലാണ്ടൊന്നും അല്ല, പക്ഷെ വേണ്ട ലെവലിലേക്ക് ഞാൻ സാധനങ്ങൾ കാണിച്ചിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്താ ബാക്കി കാര്യങ്ങൾ? ഒരുപാട് പേര് പറയുന്നുണ്ട് പാലക്കാടല്ലേ, ഒരുപാട് സന്തോഷമുണ്ട്, ഞങ്ങൾ ഇവിടെയാണ്. എൻ്റെ ചാനലിലൂടെ പാലക്കാടുകാർ തമ്മിൽ സംസാരിക്കണു എന്നുള്ളത് കേൾക്കുമ്പോൾ എനിക്ക് അതിലപ്പുറം സന്തോഷം. ചില ആൾക്കാർക്ക് റിലേറ്റീവ്സ് തന്നെ തമ്മിൽ അവിടെ വന്ന് കണ്ടുമുട്ടി എന്നൊക്കെയാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇനിയും നല്ലൊരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ പൊറുക്കുക, ക്ഷമിക്കുക. നിങ്ങളുടെ വീട്ടിലത്തെ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് ക്ഷമിക്കുക കേട്ടോളൂ. പിന്നെ കേൾക്കാത്തതും കാണാത്തതുമായിട്ടുള്ള പണ്ടത്തെ റെസിപ്പീസുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതേ തരുന്ന അതേപോലത്തെ റെസ്പോൺസും അതേപോലത്തെ സപ്പോർട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതെ എല്ലാ സമയത്തും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചെയ്യുക. അപ്പോൾ ഞാൻ വരാം. എല്ലാവർക്കും കുട്ടികളെ കാണണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ സ്കൂളിലേക്ക് പോയിരിക്കണു, കണ്ണേട്ടൻ ജോലിക്ക് പോയിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ലൈവ് വരാമെന്ന് വിചാരിച്ചു, നടന്നില്ല. ആകെ കൂടെ ഇപ്പം എൻ്റെ അടുത്തുള്ള എന്റെ സാം കുട്ടനാണ്. എന്റെ താഴെ കാലിന്റെ താഴെ ഈ ഹച്ചിന്റെ പരസ്യം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വെരെവർ യു ഗോ ഐ വിൽ ഫോളോ മീ എന്ന് പറയണ മാതിരി അവൻ അതാണ്. പ്രത്യേകിച്ചിട്ട് ഒരു സാരിയെ കൊടുത്തു കഴിഞ്ഞാൽ അടിയിൽ പോയിട്ട് ഇങ്ങനെ കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആശാന്. അപ്പോൾ ആശ മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഇതാണ് ഷാമൂന. ഓക്കെ ഓക്കെ നോമുനു ഓക്കെ ചോമുനു. അപ്പോൾ ഇതാണ് ശ്യാംകുട്ടൻ. ശ്യാംകുട്ടൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഞങ്ങൾ പാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ അങ്ങേയറ്റം സഹായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇയാൾ. അപ്പോൾ ഇത്ര തന്നെ കാര്യങ്ങൾ. അപ്പോൾ താങ്ക് യു സോ മച്ച്. തന്ന അതേ സപ്പോർട്ട് വീണ്ടും തരണം. അനുഗ്രഹങ്ങൾ ഉണ്ടാവണം, അത്രമാത്രമേ ഉള്ളൂ. പ്രാർത്ഥന ഉണ്ടാവണം. ഞാൻ ഇതുപോലുള്ള സംഭവങ്ങൾ സിമ്പിളായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ വീട്ടിലത്തെ കുട്ടി ചെയ്യുന്ന പോലെയാണ് എൻ്റെ ചാനലിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കില്ല. അങ്ങനെയൊക്കെ പല ചാനലുകൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അതൊക്കെ നോക്കി പഠിക്കാം. അപ്പോൾ that's it. അത്ര തന്നെ. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട്. താങ്ക്സ് എ ലോട്ട് ഫോർ ഓൾ ദി സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഐ വിൽ ബി ദേർ. പിന്നെ എല്ലാ കമൻസിനും ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്. ചോദിക്കുന്ന കമൻസിന് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയൊക്കെ നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാട്ടുള്ളൂ. ടേക്ക് കെയർ ആൻഡ് ബൈ.